ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മ്യൂട്ടഡ് ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു വളട്ടൈൽ ഓപ്പണിങ് തന്നെയാണ്. ഇന്നലത്തെ വലിയ താഴ്ചയ്ക്ക് ശേഷം ഇന്നൊരു പക്ഷേ ഒരു റിക്കവറിയൊക്കെ ഉണ്ടായേക്കാം. സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിക്കവറിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിക്കവറിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ യൂണിയൻ ബഡ്ജറ്റിൽ STT കൂട്ടിയതാണ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രശ്നം ഇടയാക്കിയത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ബോറോയിങ് അടുത്ത വർഷത്തേക്ക് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഹയർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ബാങ്കിങ് NBFC സെക്ടറിലും കണ്ടിട്ടുണ്ട്. ബോണ്ട് yield കൂടും. അത് ബാങ്കുകളെ സംബന്ധിച്ചും NBFCകളെ സംബന്ധിച്ചും നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ രണ്ട് നെഗറ്റീവ് ന്യൂസുകളാണ് ഇന്നലെ ബഡ്ജറ്റിന് ശേഷം വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയം മറ്റു പ്രപ്പോസൽസ് എല്ലാം തന്നെ ട്രംപിൻ്റെ താരിഫിൽ നിന്ന് ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്ന പ്രപ്പോസലുകളാണ്. അതോടൊപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോസസ്സ് വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ള പ്രപ്പോസൽസാണ്. അതുപോലെ തന്നെ പല സെക്ടേഴ്സിനും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന പ്രപ്പോസൽസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഒരു പക്ഷേ ഈ സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ ഒന്ന് കാണാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും STT ഹൈക്ക് പൊതുവെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സെബിയുടെ സ്റ്റഡി പ്രകാരം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലാണ് ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും STT ഇൻക്രീസ് വന്നിരിക്കുന്നത് ഫ്യൂച്ചേഴ്സിന്മേലും അതുപോലെ തന്നെ ഓപ്ഷൻസിന്മേലാണ്, ഇക്വിറ്റി ട്രേഡിലില്ല. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ആക്ടിവിറ്റിയൊക്കെ ഒരു പക്ഷേ താഴെ വന്നേക്കാം ഇനീഷ്യലി. ഓവർ എ ലോങ് പീരീഡ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്തേക്കാം. ഈ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ BSE അതുപോലെ തന്നെ MCS സ്റ്റോക്കുകളൊക്കെ താഴെ വന്നിരുന്നു. ഇന്നും ഒരു പക്ഷേ ഈ സ്റ്റോക്കുകൾ വൊളാറ്റിലിറ്റി കണ്ടേക്കാം. എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസും ഡിസ്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്രാഷ് ഒന്നും കറണ്ട് ലെവലിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഷോർട്ട് പൊസിഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ വലിയ പോസിറ്റീവ് ന്യൂസ് ലോസ് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഷോർട്ട് കവറിങ്ങും എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികൾ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ക്രാഷാണ് നേരിട്ടത്. ഇന്ന് മോർണിംഗിൽ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വോളറ്റൈൽ മോഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് 4571.2, 4885.7 ഡോളർ പെർ റേഞ്ചിലാണ്. നല്ല വൊളാറ്റിലിറ്റോട് കൂടി തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. രാവിലെ 8:45 ട്രേഡ് ചെയ്യുന്ന 4742 ഡോളർ പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സിൽവർ റേഞ്ച് കാണുന്നത് 76.16, 88.06 ആണ്. രാവിലെ 8:45 ട്രേഡ് ചെയ്യുന്നത് 82 ഡോളർ പെർ ഔൺസിനാണ്. അപ്പോൾ ഈ രണ്ട് കമ്മോഡിറ്റികളും നല്ല വൊളാറ്റിലിറ്റിയാണ് കാണിക്കുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ട് തന്നെയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ റുപ്പിയുടെ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ റുപ്പി വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ റുപ്പി താഴെ വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ആഴ്ചയേക്കാളും ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അറൗണ്ട് $3 ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ റുപ്പിയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള പ്രഷറൊന്നും കാണാനുള്ള സാധ്യതകളില്ല. അതേസമയം കമോഡിറ്റി മാർക്കറ്റ് നമുക്ക് നല്ല വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബഡ്ജറ്റിൽ നല്ല പ്രപ്പോസൽസ് ഉള്ള സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ്. ബൈബാക്കിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് മേലെ ഇതുവരെ നമ്മൾ കൊടുത്തിരുന്നത് നമ്മുടെ സ്ലാബിനനുസരിച്ചുള്ള ടാക്സ് ആയിരുന്നു. അത് മാറ്റി ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. വളരെ നല്ലൊരു ഡിസിഷനാണ്. അതേസമയം കമ്പനികളുടെ മേൽ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ അല്ലെങ്കിൽ കമ്പനികൾ ഇത്തരത്തിലുള്ള മെഷേഴ്സിൽ മുതലെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. PFC, REC രണ്ട് NBFCകളെയും രജിസ്റ്റർ ചെയ്യാനുള്ള പ്രപ്പോസൽ ബഡ്ജറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ബയോസിമിലർ ഡ്രഗ്സ്, ബയോളജിക്കൽ ഡ്രഗ്സ്, ഇത്തരത്തിൽ ഡ്രഗ് സെറ്റിൽ വലിയ രീതിയിലുള്ള പ്രൊജക്റ്റാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ബയോകോൺ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡ്യൂട്ടി എക്സംഷൻ 5 വർഷത്തേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 12.2 ലക്ഷം കോടിയായിട്ട് ഉയർത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 11.2 ലക്ഷം കോടിയായിരുന്നു. ഇത് പൊതുവെ ഡിഫൻസ്, റെയിൽവേ
റെയിൽവേസ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. ഇൻലാൻഡ് വാട്ടർവേസ് 20 കൂടി ആരംഭിക്കാനുള്ള പ്രപ്പോസലുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടെക്സ്റ്റൈൽ സെക്ടറിന് ധാരാളം പ്രപ്പോസൽസ് ഉണ്ട്. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ ഈ സെക്ടറിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ പ്രൊജക്റ്റുകൾ, സ്മോൾ മോഡുലർ റിയാക്ടേഴ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സംഷൻ കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് NTPC പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം എയർക്രാഫ്റ്റ് കമ്പോണൻറ്റ് മേലുള്ള ഡ്യൂട്ടിയും കൂടി, കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടി എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റെയിൽവേസ് 7 പുതിയ ബുള്ളറ്റ് ട്രെയിൻ കോറിഡോർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അലോക്കേഷൻ കൂട്ടിയിട്ടുണ്ട്, പോസിറ്റീവാണ്. ഡിഫൻസ് അലോക്കേഷൻ കൂട്ടിയിട്ടുണ്ട്, ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. പബ്ലിക് സെക്ടർ കമ്പനികളുടെ കയ്യിൽ ധാരാളം റിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഒക്കെ മോണിറ്റൈസ് ചെയ്യാനുള്ള സ്കീമുകളും കൂടി ബഡ്ജറ്റിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ന്യൂസാണ്. റെയർ എർത്ത് മിനറൽ കോറിഡോർ ആരംഭിക്കാനുള്ള പ്രപ്പോസൽസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇത് വേദാന്ത, NMDC, GMDC അതുപോലെയുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് പൊതുവെ ബഡ്ജറ്റിലുള്ള പ്രപ്പോസൽസ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇനി ധാരാളം Q3 റിസൾട്ടുകൾ വരാനുണ്ട്. ഇന്നു മുതൽ ജനുവരി മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ വരാനുണ്ട്. ഹീറോ മോട്ടോ കോർപ്പറേഷൻ്റെ പുതിയ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട് ജനുവരി മാസത്തെ. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ മറ്റ് കമ്പനികളും ബെറ്റർ ഡാറ്റ ആയിരിക്കും പുറത്ത് വിടാൻ പോകുന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. എന്നിരുന്നാലും ബഡ്ജറ്റിൻ്റെ ഒരു ഹാങ് ഓവർ, STT ഹൈക്കിൻ്റെ ഒരു ഹാങ് ഓവർ, അതുപോലെ തന്നെ കമോഡിറ്റി മാർക്കറ്റിലത്തെ ഒരു ഹാങ് ഓവർ, കമോഡിറ്റി മാർക്കറ്റിലത്തെ വൊളാറ്റിലിറ്റി ഇന്നും മാർക്കറ്റിലുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഗ്ലോബൽ കമോഡിറ്റി എക്സ്ചേഞ്ചുകളും മാർജിൻ കൂട്ടിയിട്ടുണ്ട് ഡെറിവേറ്റീവ് പ്രൊഡക്റ്റിന്മേൽ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കണ്ടേക്കാം. എന്നിരുന്നാലും ഗോൾഡിലൊരു പക്ഷേ ഡിപ്പ് ബൈങ് കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഗോൾഡ് താഴെ വരുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഗോൾഡ് വാങ്ങാവുന്നതാണ്. അതേസമയം സിൽവറിൽ നമുക്ക് വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.